6 ഹോളുണ്ട്. ഇത് പഴയ മോഡലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വാങ്ങാൻ ചാൻസ് ഉണ്ട്, ത്രെഡ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫോർക്കോടെ മൊത്തത്തിൽ മാറ്റണം. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തമ്പനിയിൽ കണ്ടുപോലെ തന്നെ ഒരു ഡിസ്ക് പ്ലേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ ഈ കാണുന്ന സ്റ്റോക്ക് ഡിസ്ക് പ്ലേറ്റ് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഡിസ്ക് പ്ലേറ്റ് വെക്കുകയാണ്. അതായത് നമ്മുടെ ഇന്റർസെപ്റ്റർ ബ്രെംബോയുടെ ഡിസ്ക് പ്ലേറ്റ് ആണ്. അപ്പോൾ അത് വെക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അത് ഫിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ കൊണ്ടുവന്ന ചേഞ്ചും അതുപോലെ എന്തൊക്കെയാണ് ആവശ്യം വന്നെന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇനി ഇത് ചെയ്യാൻ പോകുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നു കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സാധനം ഇതാണ്. അപ്പോൾ സാധനം കൈ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ ഇതിൽ ഈ സെൻറ്റർ പോർഷൻ കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ടാണ് പിന്നെ ചെയ്തില്ല. പിന്നെ ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതായത് ഈ ഒരു കാലിബറിൽ സ്പേസർ, ആ ഒരു സ്പേസർ വേണം. ഒരു 10mm ഒരു സ്പേസറും കൂടി 2 എണ്ണം വേണം, മുകളിലും താഴെയായിട്ട്. പിന്നെ സ്ക്രൂ, ഇതിലുള്ള സ്ക്രൂ അതിൽ സൂട്ടാകും. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ഇതിൽ അത്ര എഫിഷ്യൻ്റായിട്ട് കറക്റ്റായിട്ട് നിൽക്കില്ല ആ സ്ക്രൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭാഗം, ആ സ്ക്രൂ ഇടുന്ന ആ ഒരു ഹോള് ചിലപ്പോൾ അവിടുത്തെ ഇത് പോകാൻ ചാൻസ് ഉണ്ട്, ത്രെഡ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫോർക്കോടെ മൊത്തത്തിൽ മാറ്റണം. അപ്പോൾ ആ ഒരു വരണ്ടാവേണ്ടാണ്. പിന്നെ 390 പുതിയ 390യുടെ സ്ക്രൂ കിട്ടും. അത് കുറച്ച് നീളമുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പേസർ 2 എണ്ണം. അപ്പോൾ അത് നാളെ വരും. അപ്പോൾ നാളെ പോയിട്ട് ഇത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോ ഒക്കെ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഈ ഒരു ഡിസ്ക്കാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട ഈ ഒരു 6 ഹോൾ കണ്ട സെൻറ്റർ, ആ ഒരു ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത്യാവശ്യം എല്ലാ ഓൺലൈനിലും നമ്മുടെ ഈ ഇൻസ്റ്റയിലൊക്കെ ചില പേജുകളിലൊക്കെ ഈ ഒരു ഡിസ്ക് അവൈലബിൾ ആണ്. അതിൽ ഈ പുതിയ മോഡലിൽ 5 ഹോളാണ് ഉള്ളത്. ഇതിൽ 6 ഹോളുണ്ട്. ഇത് പഴയ മോഡലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വാങ്ങുക. പിന്നെ അതുപോലെ 4.5 mm ആണ് അതിൻ്റെ തിക്നെസ്. അത് പിന്നെ അത് ബ്രെംബോയുടെ സിമ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങുക. അപ്പോൾ പരമാവധി നിങ്ങൾ പുതിയത് വാങ്ങാൻ പോയാൽ നല്ലൊരു എമൗണ്ട് ആകും. അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ ഇതിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വില കുറഞ്ഞിട്ടൊക്കെ കിട്ടും. ഞാനിത് വേറെ ആളുടെ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് അത്യാവശ്യം വില കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടിയപ്പോൾ ഞാനത് ചൂസ് ചെയ്തതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഡിസ്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇൻസ്റ്റ ഐ ഡി കൊടുക്കാം. അപ്പോൾ ആളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ആളുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ തരാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. പിന്നെ ഇതിൽ അധികം വലിയ പണിയൊന്നുമില്ല. ഈ ഒരു ഹബ്ബിൽ തന്നെ കയറും. BS4ൻ്റെ വണ്ടികൾ ഉപയോഗിക്കുന്നവർക്ക് ഇത് വെക്കാൻ കഴിയില്ല. അവർക്ക് 390യുടെ 320 ഡിസ്ക് പ്ലേറ്റ് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. സ്ക്രൂ ഒക്കെ വാങ്ങിച്ച് എല്ലാം ചെയ്ത് നോക്കുമ്പോഴാണ് സംഭവം ഒരു പണി കിട്ടി. ഇതിന് വരുന്ന സ്ക്രൂ അത് 390യുടെ ഇട്ടാലും സൂട്ടാവില്ല. ഞാൻ ആദ്യം 390, അതായത് BS4 390 320 അല്ലേ, അപ്പോൾ അതിലുള്ള ആ ഒരു സ്ക്രൂ ഇട്ട് ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ നോക്കിയപ്പോഴാണ് ആ സ്ക്രൂവും നമ്മുടെ RCയിൽ വരുന്ന സ്ക്രൂവും സെയിം തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ BS4 വണ്ടികളിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഐ മീൻ കമ്പനിയിൽ നിന്ന് തന്നെ അതിൻ്റെ ആ ഇന്നർ ട്യൂബിൽ വരുന്ന ആ ഒരു ഇതുണ്ട്, നമ്മുടെ കാലിബർ പിടിപ്പിക്കേണ്ട ഒരു ഭാഗം. അപ്പോൾ ആ സാധനം കുറച്ചും കൂടി വലുതാണ് അതിൽ വരുന്നത്. നമ്മുടെ പഴയ മോഡലിൽ സ്പേസർ ഇട്ടിട്ട് ആ വലിയ സ്ക്രൂ ഇട്ടിട്ടാണ് അവരിത് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ലൈറ്റിൽ പോയിട്ട് സ്ക്രൂ പണിയേണ്ടി വരും. അപ്പോൾ ഇതാണ് ആ സ്ക്രൂ വാങ്ങിച്ചത്. അപ്പോൾ ഇതിന്ന് കുറച്ചും കൂടി നീളമുള്ള സ്ക്രൂ ചെയ്യണം. അപ്പോൾ ആ ഒരു ഇതിന് ഞാൻ 2 സ്ക്രൂ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും നല്ല നീളമുള്ളത് അത് ഇതിൽ ചെയ്ത് ഈ ഒരു സ്ക്രൂവിൻ്റെ കുറച്ചും കൂടി വലിയ സ്ക്രൂ കിട്ടും നമുക്ക് നന്നായിട്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ലൈറ്റിൽ കൊടുത്തിട്ട്, ഇതിപ്പോൾ 6 സെൻറ്റിമീറ്ററാണ് ഈ ഒരു സ്ക്രൂ. അപ്പോൾ ഇതിനേക്കാളും ഒരു 1 സെൻറ്റിമീറ്റർ കൂടുതലുള്ള സ്ക്രൂ നമ്മൾ പണിതെടുക്കണം. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. ഈ ഒരു സ്ക്രൂ മാത്രമാണ് 390യുടെ പറഞ്ഞ ഷോറൂമിൽ തരിക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്ക് BS3 വണ്ടിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ക്രൂ കടഞ്ഞെടുക്കുക തന്നെ വേണം. അപ്പോൾ ലൈറ്റിൽ കൊടുത്തിട്ട്, ഇത് 1 പിച്ചാണ് ഇതിൻ്റെ സൈസ്. ഈ സ്ക്രൂ പിരികൾ തമ്മിലുള്ള സൈസ് 1 പിച്ചാണ്. ഇവിടെ മാത്രം 2.5 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു 2.5 സെൻറ്റിമീറ്റർ അളവിൽ 7 സെൻറ്റിമീറ്റർ ടോട്ടൽ നീളം വേണം. ഇവിടെ നിന്ന് ഇത്ര വരും. അപ്പോൾ ഇതിനേക്കാളും ഈ ഒരു വണ്ണത്തിലുള്ള സ്ക്രൂ എടുക്കുക. എന്നിട്ട് അത് നമുക്ക് വല്ല ഹാർഡ്വെയർ ഷോപ്പിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ക്രൂ ഒക്കെ കൊടുക്കുന്ന ഷോപ്പ് ഉണ്ടാവും, അവിടെ പോയി എടുത്തിട്ട് ഈ ഒരു വണ്ണത്തിലുള്ള സ്ക്രൂ എടുത്തിട്ട് അതിൽ സ്പേസർ നിങ്ങളുടെ എക്സ്ട്രാ കയ്യിൽ വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് കയറുണ്ടോ നോക്കുക. അങ്ങനെ എടുത്തിട്ട് ഈ ഒരു സ്ക്രൂ അവിടെ കൊണ്ട് കൊടുത്താൽ മതി. അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഈ ഒരു അളവിൽ വേണമെന്ന് പറഞ്ഞിട്ട്
ഒരു 7 സെൻറ്റിമീറ്റർ നീളവും മൊത്തത്തിൽ വേണമെന്ന് പറയുക. അങ്ങനെ എടുത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അവർ ചെയ്തു തരും. അപ്പോൾ ഞാനിപ്പോൾ ലൈറ്റിക്ക് പോവാണ് അതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൽ വന്ന കാര്യങ്ങളോ അതിൻ്റെ ഇതൊക്കെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ വർക്ക് ഏകദേശം തീരാനായിട്ടുണ്ട്. അതായത് സ്ക്രൂ ചെയ്ത് കിട്ടി. ഇതാണ് അതിലിടേണ്ട സ്ക്രൂ. അതായത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഇതിൻ്റെ ഈ ഫോർക്ക് ഈ ട്യൂബിൻ്റെ ഈ ഒരു ഭാഗം BS4ൻ്റെയാണ് ഇതിൽ കറക്റ്റ് സ്യൂട്ടാകുക. ഇതിൽ കയറ്റുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് സ്ക്രൂ, ഇതാണ് സ്റ്റോക്ക് സ്ക്രൂ വരുന്നത്. ഈ സ്ക്രൂ ഇട്ടിട്ട് ഞങ്ങളുടെ ഫ്ലോട്ടിംഗ് ഡിസ്ക്, അത് 320 ഡിസ്ക് കയറ്റുമ്പോൾ ഒരു സ്പേസറും കൂടി വരും 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഒരു അളവിൽ ഇതിൻ്റെ പകുതി വരെ വന്ന് നിൽക്കുള്ളൂ ഈ ത്രെഡ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബൈ ചാൻസ് ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഭാഗത്ത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്ക്രൂ ഇവിടം വരെ കയറണം. അങ്ങനെ കയറണമെങ്കിൽ ഈ 300 mm ഈ ഡിസ്കിലേ അത് കയറുള്ളൂ. അപ്പോൾ 320 ഇടുമ്പോൾ നമ്മൾ ഒരു രീതിയിലും ഈ സ്ക്രൂ മാത്രമേ ഷോറൂമിൽ നിന്ന് കിട്ടുള്ളൂ. ഇതിന്ന് 1 സെൻറ്റിമീറ്റർ നീളം കൂടി ഉള്ളത് കിട്ടണം. അപ്പോൾ അതൊരിക്കലും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ലൈത്തിൽ വേറൊരു സ്ക്രൂ വാങ്ങി ലൈത്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അവിടെ പോയിട്ട് അത് സ്ക്രൂ ചെയ്തെടുക്കേണ്ടി വരും. ത്രെഡ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇത് TVSൻ്റെ ഒരു അല്ലെങ്കിൽ ബോൾട്ടാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ വരണം, നല്ല ലെങ്ത്ത് കൂടി വരണം വാങ്ങിച്ചിട്ട്. ഇതിന്ന് 1 സെൻറ്റിമീറ്റർ, അതായത് ഇതിന്ന് 1 സെൻറ്റിമീറ്റർ നീളം, രണ്ടും തമ്മിൽ ഇവിടുന്ന് 1 സെൻറ്റിമീറ്റർ നീളം, അത്ര മതി. 1 സെൻറ്റിമീറ്റർ കൂട്ടിയാൽ കറക്റ്റ് ഫിറ്റായിരിക്കും. വിത്ത് ഇതിലിനിയൊരു സ്പേസർ കൂടി വരാനുണ്ട്. ഇതാണ് സ്പേസർ. ഇതൊരു സ്റ്റോക്ക് സ്പേസർ. ഈ സ്പേസറിന്ന് ഇനിയൊരു സ്പേസറും കൂടി ഇതവിടെ വരും. അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് കയറി നിൽക്കും. അവിടെ തന്നെ 320 ഡിസ്ക് ഇതിൽ പ്രോപ്പർ ഫിറ്റാണത്, ബ്രെംബോൻ്റെ. അപ്പോൾ അതിൽ ഇത് വെച്ചാൽ കറക്റ്റായിരിക്കും. അപ്പോൾ ഈ സ്റ്റോക്ക് ഇടാൻ പറ്റും, ഒരു പകുതി വരെ കയറുള്ളൂ. പക്ഷെ നിങ്ങൾ റിസ്ക് എടുക്കരുത്. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഒരു 5000 രൂപേൻ്റെ അടുത്ത് വില വരും. അതുപോലെ BS4 കയറ്റുമ്പോൾ ഇവിടെ സെൻസറിൻ്റെ കാര്യങ്ങളും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ പരമാവധി റിസ്ക് എടുക്കണ്ട. അപ്പോൾ ഈ സ്ക്രൂ അല്ലെങ്കിൽ ബോൾട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ നിൽക്കുകയും ചെയ്യും. കറക്റ്റ് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഈ സ്പേസറോട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ട് ബാക്കി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്ലോട്ടിംഗ് ഡിസ്ക് എല്ലാം സെറ്റായി, എല്ലാം പക്കയായിട്ട് വെച്ചിട്ടുണ്ട്. ആ സംഭവം ലൈറ്റിൽ നിന്നൊക്കെ സ്ക്രൂ ഒക്കെ ചെയ്ത് വന്നു. പക്ഷേ ഒരു സംഭവം പറ്റിയത് ഈ ഒരു ഡിസ്കിൻ്റെ ഈ ഒരു സ്ക്രൂ അഴിക്കാൻ പറ്റിയില്ല. അത് മെഷീൻ ടൈറ്റ് ആയിരുന്നു. അപ്പോൾ അത് വേറൊരു കടയിൽ പോയിട്ട് വീലോടെ കൊണ്ടുപോയി അഴിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നൈറ്റായി. അപ്പോൾ ആ ഒരു ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പെട്ടെന്നുള്ള ധൃതിയിലെല്ലാം കയറ്റി സെറ്റായി. എന്നിട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി നോക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഇടാമെന്നുള്ളൊരു പ്ലാനും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ ആ ഒരു ഇതൊന്നും എടുത്തില്ല. അത്യാവശ്യം എന്താ പറയുക, നല്ലൊരു ഫീഡ്ബാക്കാണ് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ. 300 ഒരു 20 ഇഞ്ചാണ് കൂടുതലെങ്കിലും അതിൻ്റെ ഒരു ഇത് എന്താ പറയുക, അതിൽ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഒരു വല്ലാത്തൊരു ഫീഡ്ബാക്കാണ്. വണ്ടി നല്ല പെർഫോമൻസ് ഉണ്ട്. ഇതിപ്പോൾ പാഡൊക്കെ ഇതാണ്, പഴയ പാഡിനെ ഇട്ടിരിക്കുന്നത്, പുതിയ പാഡ് ചേഞ്ച് ചെയ്യാൻ പോകണം. അതാണ് ഇവിടെയൊന്നും ഇതിൽ കോണ്ടാക്റ്റ് വന്നിട്ടില്ല. ഇത്രയും ഭാഗം മാത്രം പഴയ പാഡിൻ്റെ ആ ഭാഗം അതൊന്നും ഇതായില്ല, പാഡ് അഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അതിലേക്ക് കയറ്റി. അതാണ് ഇവിടെ മാത്രം കോണ്ടാക്റ്റ്. പക്ഷേ നല്ലൊരു ഫീഡ്ബാക്ക് ഉണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ബ്രേക്കിംഗ് ഒക്കെ. ഞാൻ പറഞ്ഞ ഇതായിരുന്നു ഈ ഒരു ഇത് BS3യുടെ വരുമ്പോൾ ഇതിന് ചെറിയ ഇതാണ്. അപ്പോൾ ഇതാണ് 2 എലങ്കി സ്ക്രൂ ആണ് ചെയ്തിരിക്കുന്നത്. അത് 7 സെൻറ്റിമീറ്ററിൻ്റെ 2 എലങ്കി സ്ക്രൂ ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ ഇത് ഇവിടം വരെ സ്യൂട്ടാവും. സ്റ്റോക്ക് ആകുമ്പോൾ അത് പകുതി വരെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ത്രെഡ് ഇതാകാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ആ ഒരു ഈ ഒരു ഇതിൽ ക്ലിയറൻസ് ആയി. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ല പറഞ്ഞാൽ ഈ സാധനം ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ അത് പണിയാകും. അപ്പോൾ ഇതാണ് ബ്രേക്ക്. ലുക്ക് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ അതിൻ്റെ ബ്രേക്കിങ്ങും ഞാൻ കുറേ ആയിട്ട് ഇതിൻ്റെ പുറകെയാണ് ഈ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ കുറേ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളുടെ നിന്നുള്ള ഇൻഫർമേഷനിലാണ് സ്ക്രൂ ഇത് പറ്റില്ല എന്നായത്. പിന്നെ സ്പേസറൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. ഇത് KTM ചോദിച്ചാൽ കിട്ടും. ചില ഷോറൂമുകളിലൊക്കെ ഉണ്ട്, അവർ തരുമൊക്കെ ചെയ്യും. അപ്പോൾ ഇത് ചിലപ്പോൾ ഇല്ലെങ്കിൽ ഓർഡർ കൊടുത്തൊക്കെ വരാൻ ഇത്തിരി പണിയാണ്. ചെറിയ സാധനമല്ല, അപ്പോൾ അത് വരാൻ കുറച്ച് പണി. എന്നാലും കൊടുത്താൽ പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുവരും. ഒരു മാസം ഞാൻ ഡിസ്ക് വാങ്ങി വെച്ചിട്ട് ഏകദേശം 2 മാസമായി. ഇതുവരെ ഈ ഒരു വർക്കിന് വേണ്ടി കുറേ ഇരുന്നിരുന്ന് ഈ സ്പേസർ കിട്ടിയില്ല, സ്ക്രൂ കിട്ടിയില്ല, അങ്ങനെ കുറേ ആയിട്ട് സ്പേസറായിരുന്നു മെയിനായിട്ട്. അങ്ങനെ ഇതായി. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ഓൾറെഡി അതിൻ്റെ ഈ മാസ്റ്റർ സിലിണ്ടർ ഒന്ന് ചേഞ്ച് ചെയ്താണ് നേരത്തെ. അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റാണ്. ഇപ്പോൾ ബ്രേക്കിൻ്റെ ഡിസ്കിൻ്റെ തിക്നെസ് കാരണം കറക്റ്റ് കറക്റ്റ് എന്താ പറയുക, നല്ല ബൈറ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിത് ചേഞ്ച് ഒന്നും ചെയ്തില്ല. എനിക്ക് ഈ ലിവർ മാറ്റി 390-യുടെ മറ്റേ അഡ്ജസ്റ്റബിൾ ലിവർ ഒന്ന് വെക്കണം എന്നുണ്ട്. അത് കുറച്ചും കൂടി ബെറ്ററാണ്. എൻ്റെ ഒരു ഫ്രണ്ട് അത് ഡ്യൂക്ക് 200 ചെയ്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പോൾ ഇതൊന്നും എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിങ്ങിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്ലോട്ടിംഗ് ഡിസ്ക് കാണാൻ തന്നെ നല്ല ലുക്കായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡിസ്ക് കൊണ്ട് കുറേ അഡ്വാൻസ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. സാധാ ഒരു ഡിസ്ക് പ്ലേറ്റിനേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവും ബ്രേക്കിങ്ങും മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഇതിൽ ഉണ്ട്. അത് ഞാൻ കുറച്ച് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്ക് പ്ലേറ്റ് വെക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെല്ലാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഈ ഒരു ഡിസ്കിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇൻസ്റ്റ ID ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ.